വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ക്ലാസ് ഓഫ് ലീഡ്സ് അക്കാദമി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആസ് യൂഷ്വൽ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പാസേജ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലെ പാസേജ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ, അതിൽ ആദ്യത്തെ ഫസ്റ്റ് രണ്ട് സ്റ്റാൻസയിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റത്തെ രണ്ട് പാരഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദ സ്മോൾ ടെക്സാസ് സ്കൂൾ തൊട്ട് so when I was 6 I was given to my grandparents to raise വരെയുള്ള പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്? എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്? ആൻസർ, എ ബ്യൂട്ടിഫുൾ ഗോൾഡ് ഗ്രീൻ ജാക്കറ്റ് ദാറ്റ് ഈസ് അവാർഡഡ് ടു ദ ക്ലാസ് വാലിഡിക്ടേറിയൻ. ഓക്കെ, അപ്പോൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ക്രീം കളറിൽ വരുന്ന ജാക്കറ്റാണ്. ആ ജാക്കറ്റ് അവാർഡ് ചെയ്യുന്ന ആരാണ്? ക്ലാസ് വാലിഡിക്ടേറിയൻ അല്ലെങ്കിൽ മെറിറ്റ് സ്റ്റുഡൻറ്റ്, ഏറ്റവും ടോപ്പർ ആകുന്ന സ്റ്റുഡൻസിന് കൊടുക്കുന്ന ജാക്കറ്റാണ്, അവാർഡാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ റൈറ്റർ തിങ്ക് ദാറ്റ് ഷീ വിൽ വിൻ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്? എന്തുകൊണ്ടാണ് അവൾ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് വിൻ ചെയ്യുമെന്ന് ചിന്തിച്ചത്? മാർത്ത ഹാഡ് സ്കോർഡ് എ സ്ട്രൈറ്റ് എ സിൻസ് ഹർ ഫസ്റ്റ് ഗ്രേഡ്. അപ്പോൾ അതിന് കാരണം ഇത് തന്നെയാണ്. അവൾ 1 തൊട്ട് 8 വരെയുള്ള ഇതിൽ എ ഗ്രേഡ് അച്ചീവ് ചെയ്ത് ടോപ്പറായിട്ട് വന്നതാണ്. സോ ഷീ തോട്ട് ദാറ്റ് ഷീ വുഡ് വിൻ ദ ജാക്കറ്റ്. വൈ വാസ് മാർത്ത സെൻഡ് ടു ഹർ ഗ്രാൻഡ് പാരൻസ്? എന്തുകൊണ്ടാണ് മാർത്തനെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ വിട്ടത്? ആൻസർ, മാർത്താസ് ഫാദർ വാസ് എ ഫാം ലേബറർ and did not earn enough to feed his 8 children. അതിന് കാരണം ഇതാണ്, മാർത്തയുടെ ഫാദർ ഒരു ഫാം ലേബറാണ്. അതുകൊണ്ട് തൻ്റെ 8 ചിൽഡ്രനെ കൃത്യമായിട്ട് ഫീഡ് ചെയ്യാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് സോ മാർത്ത വാസ് ഗിവൺ ടു ഹർ ഗ്രാൻഡ് പാരൻസ് ടു റേസ്. ഓക്കെ, ഇതാണ് ആ ഒരു 2 പാരഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ഓർമ്മ നോക്കാം. ഇൻ മെയ് ക്ലോസ് ടു ദ ഗ്രാജുവേഷൻ സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക് ഔട്ട് വിത്ത് എ വെഞ്ചൻസ് വരെയുള്ള അതൊട്ട് ഓഫ് കോഴ്സ് ഗ്രാൻഡ്മ സെഡ് നോ വരെയുള്ള ഭാഗമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡിൻറ്റ് ദ സ്റ്റുഡൻറ്റ് പേ എനി അറ്റൻഷൻ ഇൻ ദ ക്ലാസ്? ഓക്കെ, ദ ആൻസർ ഈസ് they were staring out of the windows at each other wanting to speed up the last few weeks of the school. അപ്പോൾ അവർ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? സ്കൂൾ അടയ്ക്കാൻ ഇനി അധികം സമയമില്ല. ഇത് എത്രയും പെട്ടെന്നൊന്ന് തീരാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. വൈ ഡിഡ് മാർത്ത ഫീൽ ഡെസ്പെറേറ്റ്? ഓക്കെ, മാർത്ത എന്തുകൊണ്ടാണ് ഡെസ്പെറേറ്റ് ആയത്? മാർത്ത തോട്ട് ദാറ്റ് ഷീ വാസ് നോട്ട് ഫിസിക്കലി അട്രാക്റ്റീവ്. അപ്പോൾ അവൾക്ക് അവളെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. അവൾ ഫിസിക്കലി അട്രാക്റ്റീവ് അല്ല, ബ്യൂട്ടിഫുൾ അല്ല. ആൻഡ് ഷീ വാസ് എ പെൻസിൽ തിൻ. അവൾ നല്ല പെൻസിൽ പോലെ തിന്നായിരിക്കുന്ന ആളാണ്. ആൻഡ് വിത്ത് നോട്ട് എ കർവ് എനിവേർ. ഓക്കെ, അതുകൊണ്ട് ബോഡിയിൽ എത്ര ഷേപ്പ് ഒന്നുള്ള സ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. ഷീ വാസ് നിക് നെയിംഡ് ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ. അപ്പോൾ അവളുടെ നിക് നെയിം എന്ന് പറയുന്നത് എന്താണ്? അവളുടെ കൂട്ടുകാരികൾ കളിയാക്കി വിളിക്കുന്ന പേരെന്താണ്? ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ എന്നാണ്. ബൈ ദ നെയിം വാസ് മാർത്ത നോൺ എമംഗ് ഹർ ഫ്രണ്ട്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് അവളുടെ ഫ്രണ്ട്സിനിടയിൽ അവൾ അറിയപ്പെടുന്നത്? എന്താണ് ആൻസർ? ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ. അടുത്തത്, പിക്ക് ഔട്ട് ദ വേർഡ് യൂസ്ഡ് ബൈ മാർത്ത ടു ഡിസ്ക്രൈബ് കോച്ച് തോംസൺ. ഓക്കെ, കോച്ച് തോംസനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? റിയൽ ബെയർ. ഓക്കെ, റിയൽ ബെയർ എന്നാണ് വിളിക്കുന്നത്. പിക്ക് ഔട്ട് ദ വേർഡ് പാസേജ് ദാറ്റ് മീൻസ് ടു ലോസ് ഹോപ്പ്. ലോസ് ഹോപ്പ് എന്ന് പറഞ്ഞ അർത്ഥം വരുന്നത് ആ പാസേജിലുള്ളത് ഏതാണ്? ഡെസ്പെയർ ആണ്. ഓക്കെ, അപ്പോൾ 2 പാസേജ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ലെസണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിലേക്കാണ് വരുന്നത്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർത്ത. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർത്ത. സോ മാർത്ത ഇൻ ദ സ്റ്റോറി ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് എ ക്യാരക്ടർ ഓഫ് മിക്സഡ് ഫീലിങ്സ്. ഓക്കെ, അപ്പോൾ അവൾക്ക് ഒരു ക്യാരക്ടർ, ദ മെയിൻ ക്യാരക്ടർ, അത് പ്രൊട്ടഗോണിസ്റ്റ് ആണ്. ആൻഡ് ഷീ ഹാഡ് മിക്സഡ് ഫീലിങ്സ്. ഷീ ഈസ് എ ലിറ്റിൽ സെൻസിറ്റീവ് ബട്ട് ബോൾഡ് ആൻഡ് ബ്രില്യൻറ്റ്. അപ്പോൾ അവൾ കുറച്ച് സെൻസിറ്റീവ് ആണ്. കാരണം തൻ്റെ അപ്പിയറൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഓരോരോ സെൻസിറ്റീവായ ചിന്തകളുണ്ട്. പെട്ടെന്ന് സങ്കടം വരുന്ന ആളാണ്. ബട്ട് ബോൾഡ് ആണ്, ബ്രില്യൻ്റ് ആണ്. ഷീ ഈസ് 14 years ഓൾഡ് ആൻഡ് ആൻ 8th grade സ്റ്റുഡൻറ്റ് മെയിൻറ്റെയിനിങ് എ കൺസിസ്റ്റൻറ്റ് എ ലെവൽ സിൻസ് ഹർ ഫസ്റ്റ് ഗ്രേഡ്. അപ്പോൾ നല്ല ബ്രില്യൻ്റ് ആയ സ്റ്റുഡൻ്റ് ആണ്. എ ഗ്രേഡ് 1ാം ഗ്രേഡ് മുതൽ ഫസ്റ്റ് ഗ്രേഡ് മുതൽ എ ഗ്രേഡ് മാത്രം അച്ചീവ് ചെയ്ത് വന്നിരിക്കുന്ന ആളാണ്. She is in very sense qualified enough to win the prestigious scholarship jacket and award to the class valedictorian of her school.
അപ്പോൾ അവളുടെ ആ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അവളുടെ ഒരു കഴിവിന് കൃത്യമായിട്ട് കിട്ടേണ്ടതാണ് ദ പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. Martha is a daughter of a poor Mexican farmer. Owing to the poverty at her own family, she has been given to her grandparents to raise her. അപ്പോൾ അവളുടെ അച്ഛൻ ഒരു മെക്സിക്കൻ ഫാർമറാണ്. ആൻഡ് ഡ്യൂ ടു ദ പോവർട്ടി, ദാരിദ്ര്യം കൊണ്ട് അറിയാം 8 ചിൽഡ്രൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവരെ വളർത്താൻ പറ്റില്ലാത്തതുകൊണ്ട് ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്താണ് അവൾ വളരുന്നത്. ഇൻ അപ്പിയറൻസ് ഷീസ് വെരി ലീൻ ആൻഡ് ഹർ ഫ്രണ്ട്സ് കോൾ ഹർ ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ. അപ്പോൾ അവൾ തിന്നായതുകൊണ്ടുള്ള ഫ്രണ്ട്സ് എന്നാണ് വിളിക്കുന്നത് ബീൻ പോൾ ആൻഡ് സ്ട്രിങ് ബീൻ എന്നാണ് വിളിക്കുന്നത്. Once she happens to overhear a heated argument between her two teachers, she understands that a conspiracy is going on undermine the winning jacket. അപ്പോൾ ഒരു ദിവസം അവൾ by mistake he overheard the heat argument between the two teachers. ഓക്കെ, എന്താണ് ഒരു കോൺസ്പിറസി, ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് സ്കോളർഷിപ്പ് ജാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇവഞ്ച്വലി ദി പ്രിൻസിപ്പൽ ആസ്ക് ഹർ ടു പേ $15 ഫോർ ദ അവാർഡ്. അങ്ങനെ അതിൻ്റെ ചൂട് കൂട്ടുന്നതിന് തന്നെയായിട്ട് പ്രിൻസിപ്പൾ അവരോട് എന്ത് ചെയ്തു, $15 ചോദിച്ചു. മാർത്ത ഈസ് ദ although bold and brilliant, this incident make her cry in despair. ഓക്കെ, അവൾ ബ്രില്യൻ്റ് ആണ്, ബോൾഡ് ആണെങ്കിൽ പോലും ഈ ഒരു കാര്യം അവളെ ഭയങ്കരമായിട്ട് ഡെസ്പറേറ്റ് ആക്കി. ഷി ബിക്കേം ക്രൈ. But when Martha's granddad tells her that paid award is not an award at all, she accepts his word. അപ്പോൾ ഗ്രാൻഡ് ഒരു വേർഡാണ് അവൾക്ക് മനസ്സിൽ മാറ്റം കൊണ്ടുവന്നത്. ആ വേർഡ് ഇതാണ്, paid award is not an award at all. She strongly believes that she deserves the award by merit and it will come her way. അപ്പോൾ അവൾ വിചാരിച്ചൊരു കാര്യമുണ്ട്, തനിക്ക് ഡിസേർവ്ഡ് ആണ് ഈ അവാർഡെങ്കിൽ അത് തന്നിലേക്ക് വരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. She determines to tell the principal, looking straight to his eyes, that she not ready to pay. അപ്പോൾ അവൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പ്രിൻസിപ്പാളിന് പറഞ്ഞു, എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് വേണ്ട. ഹിയർ വി സേ ബോൾഡ് മാർത്ത. അത് ആ ബോൾഡ്നെസ്സാണ് കാണിക്കുന്നത്. പ്രിൻസിപ്പാളിനോട് ഡയറക്റ്റ് ചെയ്യുന്ന അവൾ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് പേ ചെയ്ത് വേണ്ട എന്ന്. However, later when Martha hears from the principal that she is going to get the jacket, she cannot control her happiness. അങ്ങനെ പ്രിൻസിപ്പൽ ലാസ്റ്റ് പറഞ്ഞു, നിനക്ക് തന്നെയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ സന്തോഷം അവൾക്ക് അടക്കാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയില്ല. But while talking to her grandparent father about the happy news, she control herself. ആദ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഗ്രാൻഡ് പാരൻസിനോട് പറയുന്ന അവസരത്തിൽ she control her happiness, her emotion. Martha's words and deeds show that she is quite sensitive. അവളുടെ വേർഡ്സ് ആൻഡ് ഡീഡ്സ്, അവളുടെ വാക്കുകളും പ്രവൃത്തികളും കാണിക്കുന്ന അവൾ കുറച്ച് സെൻസിറ്റീവ് ആണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം സെൻസിബിൾ ആൻഡ് ബോൾഡ്. സോ ദിസ് ഈസ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാർത്ത. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. എപ്പോഴും SLC എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസണുമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും കൂടെ ഒന്ന് പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. See you.